ഇന്ന് പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയാതെ മുൻപോട്ട് പോവുകയാ. ഇനി എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. ദൈവത്തിന് സ്തോത്രം. പൊറുക്കണമെന്ന്, ദൈവത്തിന് സ്തോത്രം. ക്ഷമിക്കണം, വഹിക്കണം. അത് സ്നേഹമുണ്ടെങ്കിലേ കഴിയുള്ളൂ. മഹാനായ ഒരു കവി ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, സ്നേഹമാണ് അഖില സാരമൊഴിയിൽ ഈ ഭൂമിയിൽ ഏറ്റവും അധികം ശക്തമായ ദൃഢമായ ബന്ധം നിലനിർത്തി മുൻപോട്ട് നഷ്ടമില്ലാതെ മുറിവില്ലാതെ മുൻപോട്ട് പോകുന്ന ഒരു അനുഭവം സ്നേഹമാകുന്നു. അതില്ലാതെ ലോകത്തിന് നിലനിൽപ്പില്ല. ഈ ഭൂമിക്ക് സ്നേഹമില്ലാതെ നിലനിൽപ്പില്ല. എന്തേ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ ഇങ്ങനെയുള്ളതായ അരാജകത്വങ്ങൾ വർദ്ധിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ സ്നേഹത്തിന്റെ കുറവാണ്. ദൈവത്തിന് സ്തോത്രം. മനുഷ്യന്റെ ഇടയിൽ ഈ സ്നേഹമുണ്ടോ? മനുഷ്യന്റെ ഇടയിൽ ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ, ഇതെല്ലാം വൈരാഗ്യവും അതേ വക്രതയും ഒക്കെ നിറഞ്ഞു പോവുക. മൃഗങ്ങളുടെ ഇടയിലൊക്കെ എന്തോ ഒരു വലിയ സ്നേഹമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ അടുത്ത കാലത്ത് ഞാൻ മറയൂര് പോയ സമയത്ത് മറയൂർ ചന്ദനമരക്കാടിന്റെ സമീപത്തൂടെ പോയപ്പോൾ പെട്ടെന്നൊരു കാഴ്ചയുണ്ട്. ഞാൻ വണ്ടി നിർത്തി അവിടെ നിർത്തിയ സഹോദരന്മാരോട് പറഞ്ഞു, നിർത്തി അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിയില് കുരങ്ങന്മാർ തമ്മിൽ, ആ കാട്ടിൽ നിന്നിറങ്ങി വന്ന കുരങ്ങന്മാർ തമ്മിൽ റോഡിൽ കിടന്ന് ഭയങ്കര അടി. ദൈവത്തിന് സ്തോത്രം. തിരിച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞ് വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒരു കുരങ്ങൻ മുറിവേറ്റവനായി ഈ ഭാഗത്തുനിന്ന് ചോരയൊഴുക്കിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു കുരങ്ങൻ ഈ കുരങ്ങനെ പിടിച്ച് ചേർത്ത് ഒരു മതിൽക്കെട്ടിന്റെ മുകളിൽ വെച്ച് ചേർത്ത് പിടിച്ചു വെച്ച് ആ മുറിവൊക്കെ ഇങ്ങനെ തലോടിക്കൊടുത്ത് മുറിവിൽ നിന്നൊഴുകുന്ന ചോര ഇങ്ങനെ കൈകൊണ്ട് തൊട്ട് നാക്കി അവനെ ആക്രമിച്ച കുരങ്ങ് മരത്തിന്റെ മുകളിൽ നിന്ന് വീണ്ടും ശബ്ദമുണ്ടാക്കി താഴോട്ട് വരാൻ തുടങ്ങുമ്പോൾ വീണ്ടും ആ കുരങ്ങിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു. എനിക്ക് ഒരു സംശയം തോന്നി. ഡാർവിൻ പറഞ്ഞത് ഇതിന്റെ വംശത്തിൽ നിന്നാണ് മനുഷ്യനുണ്ടായെന്ന്. അത് കുരങ്ങന്മാരെ കണം കേട്ട ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുത്തു കളയും. ദൈവത്തിന് സ്തോത്രം. കാരണം അവർക്കെന്തൊരു സ്നേഹമാണെന്നറിയാം. ആ കുരങ്ങുകൾക്ക്, മൃഗങ്ങൾക്ക് എന്തോ ഒരു സ്നേഹം. ഇന്ന് അതുപോലും ഇല്ലാത്ത അവസ്ഥ. മനുഷ്യന് സ്നേഹമില്ല, പരസ്പരം കരുതുവാൻ കഴിയുന്നില്ല. ഉച്ചാരണ ശേഷിയില്ലാതെ അവരവരുടെ ലാംഗ്വേജിൽ സംസാരിക്കുന്ന മൃഗങ്ങൾ, പക്ഷികൾ, പറവകൾ, ജീവജാലങ്ങൾ എന്തോ ഒരു സ്നേഹത്തോടുകൂടെ ജീവിക്കുന്നു. പരസ്പരം അതേ വിധേയത്വപ്പെട്ടവരായി ജീവിക്കുന്ന മൃഗങ്ങളെ കാണുമ്പോൾ ഞാൻ അവിടെ അത്ഭുതപ്പെട്ടു. സഹോദരങ്ങളെ ഒക്കെ വിളിച്ച് കാണിച്ച് വണ്ടിയിലുണ്ടായിരുന്നവരെ എന്തോ ഒരു അത്ഭുതമായ കാഴ്ച. അത് പകർത്തിയെടുക്കുവാൻ പറ്റിയ ക്യാമറയോ ഉപകരണങ്ങളൊന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഒരു നല്ല വീഡിയോഗ്രാഫിക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളോടും ഉണ്ടായിരുന്നു. എത്ര നല്ല കാഴ്ച. കണ്ണു നിറഞ്ഞു പോകൂ. ദൈവത്തിന് സ്തോത്രം. ഒരു കുരങ്ങന്റെ ശരീരത്തിലേറ്റ മുറിവിൽ കൂടെ ഒഴുകുന്ന ചോര, ആ ചോരപ്പാടുകൾ തൊട്ടു തുടച്ചവനെ തലോടി ഒഴുകി വരുന്ന ചോരയെടുത്ത് നക്കി കുടിച്ച് മുഖത്ത് തലോടി സ്നേഹം പ്രകടിപ്പിക്കുന്ന മൃഗങ്ങൾ. മനുഷ്യവർഗമേ, കുരങ്ങന്മാരുടെ മുമ്പിൽ പോലും ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട അവസ്ഥയിൽ ലോകം വന്നെത്തി നിൽക്കുകയാ. മനുഷ്യർ കിരാതന്മാരാകുന്നു, ഭീകരന്മാരാകുന്നു, ബന്ധങ്ങൾക്ക് വിലയില്ലാതെ മുൻപോട്ട് പോകുന്നു. എന്തിനേറെ പറയണം, ആധ്യാത്മിക ലോകത്തിൽ ആത്മീകരെന്ന് പറയുന്നവർക്ക് പരസ്പരം ക്ഷമയില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനോട് ക്ഷമിപ്പാൻ കഴിയുന്നില്ല, ഭർത്താവിന് ഭാര്യയോട് ക്ഷമിപ്പാൻ കഴിയുന്നില്ല. ഒരു വാക്കിന് മക്കളോട് മാതാപിതാക്കൾക്ക് ക്ഷമയില്ല, മാതാപിതാക്കളോട് മക്കൾക്ക് ക്ഷമയില്ല. പരസ്പരം വിധേയത്വമില്ലാതെ ക്ഷമിപ്പാൻ കഴിയാത്ത ഹൃദയവുമായി മുൻപോട്ട് പോകുന്നവർ ഇന്ന് രാത്രി ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ പാപത്തിന്റെ ഭയാനകമായ കെട്ടിലാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കഴിയുന്നത്. ഇന്ന് രാത്രി ആ അവസ്ഥകളെ വിട്ടെറിഞ്ഞ് യേശുനാഥൻ കാൽവറിയിൽ കാണിച്ച ആ സ്നേഹത്താൽ ഹൃദയം നിറഞ്ഞ് മറ്റുള്ളവരെ മനഃപൂർവ്വമായി സ്നേഹിക്കാമെന്നുള്ള തീരുമാനം ദൈവസന്നിധിയിൽ എടുക്കാമോ? യേശു നിന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹം നീ മറ്റുള്ളവരിലേക്ക് പ്രകടിപ്പിക്കണം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം, പരസ്പരം ക്ഷമിക്കണം. ദൈവസ്നേഹമുണ്ടോ? പരസ്പരം ക്ഷമിപ്പാൻ കഴിയും, പരസ്പരം വഹിപ്പാൻ കഴിയും, പരസ്പരം ഉൾക്കൊള്ളുവാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങൾ കഴിയാതിരുന്നോ? കുടുംബജീവിതങ്ങളിൽ സഹോദരങ്ങളെ കഴിയാതെ പോയോ? ഭർത്താവിനോട് ക്ഷമിപ്പാൻ കഴിയാതെ പോയോ? ക്ഷമിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പലർക്കും അത് കഴിയത്തില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. കോപം. ദൈവത്തിന് സ്തോത്രം. ഭർത്താവ് കോപിക്കുമ്പോൾ ഭാര്യ ക്രോധത്തോടുകൂടെ നിൽക്കുകയാണ്. ഭർത്താവ് 100 ഡിഗ്രി തിളയ്ക്കുമ്പോൾ ഭാര്യ 110 ഡിഗ്രി തിളയ്ക്കുകയാണ്. പിന്നെ അവിടെ അങ്ങനെ സമാധാനം ഉണ്ടാകും? അവിടെ
ആകെ പുകയും ആവിയും നീരാവിയും പിന്നെ കുറെ കഴിയുമ്പോ എല്ലാം ഇല്ലാതെ പോവുകയുള്ളൂ. അതുകൊണ്ട് ഒരാൾ അല്പം കോപിച്ചോ ഇടറിയോ നിന്നാൽ മറ്റേ ആളങ്ങ് സൈലന്റ് ആയാട്ടെ. ദൈവത്തിന് സ്തോത്രം. കുടുംബജീവിതമൊക്കെ ഭദ്രതയോടെ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ കഴിയൂ. സൗമ്യതയുടെ ആത്മാവിൽ സഹിക്കുകയും വഹിക്കുകയും ചെയ്തൊക്കെ മുൻപോട്ട് പോകണം. അതിനെക്കുറിച്ച് പറയുമ്പോൾ ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം പ്രധാനമായി ഉദാഹരണമായി പറയുവാൻ കഴിയുന്ന ഒരു മനുഷ്യനുണ്ട്, സോക്രട്ടീസ് ആണ്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം വലിയ സൗമ്യനായിരുന്നു എന്നാ ചരിത്രം പറയുന്നത്. തന്റെ ഭാര്യയോ ഭയങ്കര കലഹക്കാരിയോ. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും വഴക്കുണ്ടാക്കുന്നത്. രാവിലെ നേരം വെളുത്ത് സൂര്യവെളിച്ചം അടിച്ചാൽ ചന്ദ്രൻ ഉദിച്ചു കയറി വന്നാലും ഇവളുടെ കലഹം തീരത്തില്ല. അങ്ങനെ ഒരു സാധനം. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം പ്രഭാതത്തിൽ എഴുന്നേറ്റ് വന്ന സമയം തുടങ്ങി വെളിങ്ങനെ ചലിച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോക്രട്ടീസ് ആണോ വായിക്കകത്ത് നാക്കുണ്ടോ എന്ന് പോലും തോന്നുകയില്ല. മൗനമായി ഇങ്ങനെ ഇരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഉച്ച കഴിഞ്ഞ് 2 മണിയായി. 2 മണിയായപ്പോഴും ഇയാളൊന്നും മിണ്ടുന്നില്ല. പെട്ടെന്ന് ഇയാളുടെ അടുക്കിലോട്ട് വന്ന് എന്താണോ താൻ മിണ്ടാത്തതെന്ന് ചോദിച്ചിട്ട് ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മുറ്റത്തോട്ട് പോയി ഒരു ബക്കറ്റ് വെള്ളമെടുത്ത് കൊണ്ടുവന്ന് സോക്രട്ടീസിന്റെ തലയിലേക്ക് ഒഴിച്ചു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം എന്ത് പറഞ്ഞെന്നറിയാമോ? അയ്യോ, ആശ്വാസമായി. ദൈവത്തിന് സ്തോത്രം. രാവിലെ മുതൽ ഇടിയും മുഴക്കവും മിന്നലും ഒക്കെ ഉണ്ടായപ്പോഴേ എനിക്കറിയാം ഉച്ച കഴിഞ്ഞൊരു മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഏതായാലും മഴയും പെയ്തു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാർക്കും വല്ല അനുഭവം ഉണ്ടെങ്കിൽ അവരെ പിന്നെ വല്ല പുഷ്പഗിരിയിലോ അല്ലെങ്കിൽ വല്ല മുത്തൂറ്റിലോ വല്ല നോക്കിയാൽ മതി. കാണുകയല്ല പിന്നെ. ദൈവത്തിന് സ്തോത്രം. സ്നേഹം, സൗമ്യത, സഹിഷ്ണുത, പരസ്പരം ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഹൃദയം എത്ര പേർക്ക് കഴിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളുവാൻ? സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. ഇതിൽ കുറവ് സംഭവിച്ചോ കരയേണ്ടതായിട്ടുണ്ട്. ദൈവസന്നിധിയിൽ കരയണ്ടയോ സഹോദരിമാരെ? ഒത്തിരി കരയണ്ടായോ സഹോദരന്മാരെ? അതിനേക്കാൾ കൂടുതൽ കരയണ്ടായോ? അങ്ങോട്ടും ഇങ്ങോട്ടും പൊറുക്കുവാൻ കഴിയാതെ പോയ അവസ്ഥകൾ വന്നിട്ടില്ലേ? കർത്താവിന്റെ വേലക്കാരായ ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങനെയുള്ള കരയേണ്ട അവസ്ഥകൾ ഉണ്ട്. ഞങ്ങളും അത് സമ്മതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പരസ്പരം വഹിക്കുവാൻ, ക്ഷമിപ്പാൻ, ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഹൃദയം അത് ദൈവസ്നേഹത്താൽ മാത്രം. ഇതിന് കുറവ് വരുമ്പോൾ നാം അറിയണം ദൈവസ്നേഹത്തിന്റെ കുറവാണ്, അല്ലാതെ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പൂർണ്ണതയല്ല. പരസ്പരം വഹിപ്പാൻ, ക്ഷമിപ്പാൻ കഴിയുന്ന ഒരനുഭവം സ്നേഹത്താൽ. ഇനി മറ്റൊന്ന്, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവവചനം പറയുന്നു സ്നേഹം. അതിന്റെ അവസാന ഭാഗം മാത്രം ഒന്ന് വായിച്ചാട്ടെ. സ്നേഹമോ ആത്മീക വർധന വരുത്തുന്നു. സ്നേഹം ആത്മീക വർധന വരുത്തുന്നു. ഒരു ദിവസം നമ്മൾ എത്രയോ സംഭാഷണത്തിൽ ഇടപെടുന്നവരാണ്. നിങ്ങളുടെ സംഭാഷണത്തിൽ മറ്റുള്ളവർക്ക് ആത്മീക വർധന ഉണ്ടോ? ഇത് നാം നന്നായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംസാരം, ദൈവമക്കൾ തമ്മിലുള്ള സംസാരം, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ആത്മീക വർധന വരുത്തണം. അല്ലാതെ ആത്മീയം കെടുത്തിക്കളയരുത്. അങ്ങനെയുള്ള സംഭാഷണങ്ങളല്ല നമുക്ക് വേണ്ടത്. സ്നേഹമോ ആത്മീക വർധന. ഇതിന് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നാം അറിയണം ദൈവസ്നേഹത്തിൽ കുറവ് വന്നവരായി നാം തീർന്നിരിക്കുന്നു. ദൈവസ്നേഹത്തിൽ കുറവ് വന്നവരായി ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. സ്നേഹം നമ്മിൽ കുറയുമ്പോൾ ലംഘനങ്ങൾ തുറന്നു കാണിക്കുവാനിടയാകും. മറ്റുള്ളവരുടെ തെറ്റുകളെ നാം മറക്കുവാനും പൊറുക്കുവാനും കഴിയാതെ മുൻപോട്ട് പോകുന്ന അവസ്ഥ നമുക്കുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ആത്മീക വർധന വരുത്തുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി സകലതും ക്ഷമിപ്പാൻ, സകലതും സഹിപ്പാൻ. ഇതല്ലേ നമ്മൾ കാൽവറിയിൽ കണ്ടത്? 1 യോഹന്നാൻ 3-ാം വാക്യത്തിൽ കാൺമീൻ എന്ന് പറയുന്ന വാക്യത്തിൽ എത്ര വലിയ സ്നേഹം! ഏതാണ് ആ സ്നേഹം? അതാണ് കാൽവറിയിൽ കണ്ട ദൈവസ്നേഹം. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു താണലോകത്തിൽ വന്ന് കാൽവറി ക്രൂശിൽ 3 ആണികളിൽ മേൽ കിടന്ന് എലോഹീം എലോഹീം ലമാ ശബക്താനി എന്നലറിക്കരഞ്ഞവൻ പ്രാണനെ വിടുമ്പോൾ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി സ്വർഗം കാണിച്ച സ്നേഹത്തിന്റെ പൂർണ്ണതയത്രേ യേശുവിന്റെ കാൽവറി. ആ കാൽവറിയിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടോ? ആ കാൽവറി മലമടക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രാരംഭത്തിൽ നാം കേട്ടതുപോലെ കാൽവറി കാണുവാൻ സീനായി മലയിലോ ഒരു മലയിലോ അല്ലെങ്കിൽ ആ ഗാൽഗൂഥാ മലമുകളിലോ ഒക്കെ പോയത് കൊണ്ട് പോയി കണ്ടു എന്ന് പറയാം, ഫോട്ടോ എടുത്തുകൊണ്ട് വരാം, അത്രയൊക്കെയുള്ളൂ. ഈ അടുത്ത സമയത്ത് അവിടെ പോയ ഒരാള് യേശുവിന്റെ തലയിലടിച്ച മുള്ളാണെന്ന് പറഞ്ഞ് ചില മുള്ളുകൾ കൊണ്ട് എന്നെ കാണിച്ചു. ആ വർഗത്തിൽപ്പെട്ട ചെടിയിൽപ്പെട്ട മുള്ളുകളാണ്. ഞാൻ നോക്കിയപ്പോ കൊള്ളാം, ഏതാണ്ട് 3-3.5 ഇഞ്ച് നീളമുള്ള നല്ല വളഞ്ഞ് ഇരുമ്പ് കമ്പിയേക്കാൾ ബലമുള്ള കനത്ത മുള്ളുകൾ. ദൈവത്തിന്റെ സ്തോത്രം. ഇതും കൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് എന്നാ കാര്യം? ഈ മുള്ളങ്ങാണ് ഇദ്ദേഹത്തിന്റെ ഇതിയാന്റെ പുറത്തോ അല്ലെ തലയിലോണങ്ങാണ് ഒന്ന് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ആളെ പിന്നെ ജീവനോട് കിട്ടുകയില്ല. കണ്ടു എന്ന് പറയാം, കേട്ടു എന്ന് പറയാം, പക്ഷേ അതിന്റെ അനുഭവം എന്ന് പറയുന്നത് അത് ഹൃദയത്തിലേക്ക് വരണം. കാൽവറി എന്ന്
പറഞ്ഞാൽ എന്താ? ലോകരക്ഷിതാവ് മനുഷ്യന് വേണ്ടി നിന്നുകൊടുത്തു. അടിയേൽക്കുവാൻ, തകർക്കപ്പെടുവാൻ കൈകൾ ആണികൾക്ക് കൊടുത്തു, കാലുകൾ ആണികൾക്ക് കൊടുത്തു, തല മുൾക്കിരീടത്തിനായി കൊടുത്തു, അവന്റെ മുഖം തുപ്പലും നിന്നയ്ക്കും കൊടുത്തു, അവന്റെ വിലാപ്പുറം കുത്തിത്തുളയ്ക്കുവാൻ കുന്തത്തിന് കൊടുത്തു, അവന്റെ പുറത്തേക്ക് ചാട്ടവാർ വീഴുവാൻ അവൻ ഏൽപ്പിച്ചു കൊടുത്തു. ലോകത്തിലെ മനുഷ്യന്റെ സകല പാവവും പേറി ക്രൂശും വഹിച്ചുകൊണ്ട് അവൻ കാൽവറിയിലേക്ക് കടന്നുപോയി. അതത്രേ ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹം. യേശു ലോകത്തിൽ വന്നു, കാൽവറിയിൽ ബലിയായി തീർന്നു. അറുക്കപ്പെട്ട കുഞ്ഞാടായി, അടിക്കപ്പെട്ട പാറയായി, പിളർക്കപ്പെട്ട പാറയായി, അർപ്പിക്കപ്പെട്ട യാഗമായി അവൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ ബലിയായി തീർന്നപ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം, മഹാത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ് ലോകം ഇന്ന് പലതിനെയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. താജ്മഹൽ, പിസാ ഗോപുരം, കുത്തമ്മീനാർ എന്നൊക്കെ പറഞ്ഞ അത്ഭുതങ്ങളെ ചൂണ്ടുമ്പോൾ ലോകത്തിലെ ശാസ്ത്രമേ, ലോകത്തിലെ മനുഷ്യവർഗമേ, ഞങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കാം. അതിനെ കണ്ണിക്കാമോ? ലോകത്തിൽ ഇത്ര വലിയൊരു അത്ഭുതം, മഹാത്ഭുതങ്ങളിൽ അത്ഭുതമായി ലോകത്തിലെ മനുഷ്യന്റെ ചരിത്രത്തില്, ഉലക ചരിത്രം പഠിച്ചു നോക്കിയാൽ ഇത്ര അത്ഭുതമായ ഒരു അനുഭവം ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവറിയിൽ കടന്നുപോയ യേശുനാഥൻ ശരീരമാണികൾ കേൾപ്പിക്കുമ്പോൾ ഇരുവശത്ത് കള്ളന്മാരുടെ നടിൽ കൊടൂര കുറ്റവാളിയെ പോലെ പീഡനങ്ങൾ സഹിപ്പാൻ നിന്നുകൊടുത്ത് അവൻ മരിക്കുമ്പോൾ അവനെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച, അവനെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി ക്ഷമിപ്പാൻ പിതാവിനോട് പ്രാർത്ഥിച്ച ഒരു അത്ഭുതം ലോകത്തിൽ എവിടെയുണ്ട്? യേശുവിന്റെ മാർഗമല്ലാതെ മറ്റൊരനുഭവം ഉലകത്തിലില്ലവേ ഇല്ല. അതാണ് സ്നേഹം. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയായി, ദൈവസ്നേഹത്തിന്റെ പര്യായപദങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതിയാൽ, ഒറ്റ വാക്കിൽ ഒരു ചിത്രമായി വരച്ചു കാണിച്ചാൽ, ഈശോയുടെ കാൽവറി എത്ര അത്ഭുതമാണ്. രക്തമൊഴുകുന്ന രൂപം, തകർക്കപ്പെട്ട രൂപം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാരെ വിളിച്ചു പറഞ്ഞു, ബുഭുക്ഷയോടെ അലറുന്ന സിംഹം പോലെ അവരെന്റെ നേരെ അലറിയോ. ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു. പ്രവാചകനായ യെശയ്യാവ് യേശുവിന്റെ ജനനത്തിന് 7 ശതകങ്ങൾക്കപ്പുറം പറഞ്ഞു, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ അവൻ വിരൂപനായി. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, അല്ല, ലോകത്തിലെ മുഴുവൻ മാനവജാതിക്ക് വേണ്ടി. അതത്രേ സ്നേഹത്തിന്റെ പൂർണ്ണത. ഒരു നിമിഷം ആ കാൽവറി ഒന്ന് ധ്യാനിക്കാമോ? സ്നേഹിത, സഹോദര, ഒരു വാക്കിന് ക്ഷമിപ്പാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയാണോ? മറക്കുവാനും പൊറുക്കുവാനും കഴിയാത്ത അവസ്ഥയാണോ? ഒരു നിമിഷം ആ കാൽവറിയിലേക്കൊന്ന് പോയാൽ എത്ര അത്ഭുതം. ഇന്നും രക്തം നിന്റെ അടുക്കലേക്ക് ഒഴുകി വരുന്നില്ലേ? നിന്നെ ശുദ്ധീകരിപ്പാൻ, നിന്റെ പാപങ്ങളെ കഴുകുവാൻ, നിന്റെ രോഗത്തിന് സൗഖ്യം തരുവാൻ ആ കാൽവറി ഇന്നും മതിയായതല്ലേ? നിന്റെ അടുക്കലേക്ക് ഒഴുകി വരുന്ന രക്തത്തിന്റെ ശക്തി, പാപമില്ലാത്ത രക്തം, പരിശുദ്ധമായ രക്തം, പുണ്യാഹ രക്തം, ഇന്ന് രാത്രിയിലും മനുഷ്യവർഗത്തിന്റെ സകല പാപവും പോക്കി ശുദ്ധീകരിപ്പാൻ നിന്നോട് ക്ഷമിക്കുന്ന യേശുവിന്റെ രക്തം, നിന്നോട് സംസാരിക്കുന്ന യേശുവിന്റെ രക്തം, നിന്നെ മാറ്റുന്ന യേശുവിന്റെ രക്തം. ക്രൂശ് ലോകത്തിലെ മനുഷ്യൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതകരമായ സ്നേഹം. ഭക്തൻ അതിനെ കുറിച്ച് പ്രകാരം പാടുകയുണ്ടായി, കാൽവറി ക്രൂശിൽ കാണുന്ന സ്നേഹം ആരാൽ ഗ്രഹിക്കാം, ആ മഹൽ സ്നേഹം അതൻ ജീവിത ആശയേ ആരാൽ ഗ്രഹിക്കാം, ആ മഹൽ സ്നേഹം അതൻ ജീവിത ആശയേ. ഗോൽഗൊത്ത മലമുകളിൽ കാൽക്കരമെനിക്കായി നീ തുളച്ചുവല്ലോ. ഗോൽഗൊത്ത മലമുകളിൽ കാൽക്കരമെനിക്കായി നീ തുളച്ചുവല്ലോ. ഞാൻ ഘോര പാപങ്ങളെ കാരുണ്യനേ നിന്നിരുവേണിയതിൽ കാണുന്നു. ഞാൻ ഘോര പാപങ്ങളെ കാരുണ്യനേ ധ്യാനിച്ച് പാടിയാട്ടെ, ചേർന്ന് പാടിയാട്ടെ. ഓ കാൽവറി ക്രൂശിൽ കാണുന്ന സ്നേഹം ആരാഗ്രഹിക്കാം, ആ മഹൽ സ്നേഹം അത്
ജീവിത ആരാഗ്രഹിക്കാം അമ്മയുടെ സ്നേഹം. അത് അറിയാവുന്നവരെ ചേർന്ന് ധ്യാനിച്ച വരികൾ പാടിയട്ടെ. സകലവും നിവർത്തിച്ചു ക്രൂശിൽ ഞാനനുസരണത്തിൽ തികഞ്ഞിടുവാൻ. സകലവും നിവർത്തിച്ചു ക്രൂശിൽ ഞാനനുസരണത്തിൽ തികഞ്ഞിടുവാൻ. രക്തവും ജലവും ഒഴുകി നിൻ ജീവനായും നിറച്ചുവല്ലോ. രക്തവും ജലവും ഹല്ലേലൂയ. കാൽവറിയേ ജയം. എന്നെയും ആ ജീവനാൽ നിറഞ്ഞവർ ചേർന്ന് പാടിയാട്ടെ. കാൽവറി ക്രൂശിൽ കാണുന്ന സ്നേഹം ആരാഗ്രഹിക്കാം സ്നേഹം. അത് ജീവിത ആരാഗ്രഹിക്കാം സ്നേഹം. അത് ജീവിത ഒരിക്കൽ കൂടെ ചേർന്ന് കാൽവറി ക്രൂശിൽ കാണുന്ന സ്നേഹം. കാൽവറി ക്രൂശിൽ കാണുന്ന സ്നേഹം ആരാഗ്രഹിക്കാം സ്നേഹം. അത് ജീവിത ആരാഗ്രഹിക്കാം സ്നേഹം. അത് ജീവിത ആരാഗ്രഹിക്കാം സ്നേഹം. അത് ജീവിത ഇന്ന് രാത്രി വേളയിൽ മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വർഗമഹിമകൾ വെടിഞ്ഞ് താണലോകത്തിലിറങ്ങി വന്ന് മൂന്നാടികളിൽ മേൽ തൂങ്ങി അവസാനത്തുള്ളി രക്തവും എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒഴുക്കി തന്ന് ജീവന്റെ നിറവ് പ്രാപിച്ച് ദൈവസ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ഞാനും നിങ്ങളും വരുവാൻ സ്വർഗം നമ്മോട് കാണിച്ച സ്നേഹത്തിൽ സന്തോഷമുള്ള ദൈവമക്കൾ, ആ സ്നേഹത്താൽ ജീവൻ പ്രാപിച്ച ദൈവമക്കൾ, ഇന്നും അതിൽ നിലനിൽക്കുന്നവർ, നിലനിൽപ്പാൻ ആഗ്രഹിക്കുന്നവർ ചേർന്ന് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ രാത്രിയിലും ആ സ്നേഹം നമ്മിലേക്ക് വരിക. കുറഞ്ഞുപോയോ? യേശു നമ്മോട് കാണിച്ച സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണ്ടേ? അത് കുറഞ്ഞുപോയെങ്കിൽ നാം നമ്മെ ഓർത്ത് കരയേണ്ടവരായി തീരണം. വീണ്ടും നാം ദൈവവചനത്തിൽ വരുമ്പോൾ പൊതുവായി ഒരു സമൂഹം എന്നുള്ള നിലയിൽ നാം പലപ്പോഴും കരയേണ്ടതായ മറ്റു ചില സാഹചര്യങ്ങൾ കൂടെ നമ്മുടെ മുൻപിലുണ്ട്. ഉദാഹരണമായി ഒരു കാര്യം പറയാം. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം പെട്ടെന്നൊന്ന് വായിച്ചോട്ടെ. എസ്തേർ 4:3. രാജാവിന്റെ കൽപ്പനയും തീർപ്പും ചെന്ന ഓരോ സംസ്ഥാനത്തും യഹൂദന്മാരുടെ ഇടയിൽ മഹാദുഃഖവും ഉപവാസവും കരച്ചിലും വിലാപവും ഉണ്ടായി. മഹാദുഃഖം, ഉപവാസം, കരച്ചിൽ, വിലാപം. കാരണം രാജ്യ നിയമം മാറി, രാജ്യത്തിന്റെ നിയമങ്ങൾ മാറി വരുന്നു. അവരെന്താ ചെയ്തത്? ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ പോയില്ല, സുപ്രീം കോടതിയിൽ ഹർട്ട് ഫയൽ ചെയ്തില്ല. അവർ ചെയ്തു, കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. രാജകീയ നിയമങ്ങൾ മാറിയപ്പോൾ ദൈവജനം അന്നവിടെ കരഞ്ഞു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം പാർക്കുന്നത് ഈ ഭൂമിയിലാണെന്ന് ഓർമ്മ വേണം. ചിലരുടെ ചിന്ത കണ്ടാൽ അവർ പാരഡൈസിലാണെന്ന് തോന്നിപ്പോകും. സ്വർഗത്തിൽ വസിക്കുന്ന പോലെയാ പലരും പോകുന്നല്ല. ഈ ഭൂമിയിലാണ് നാം ജീവിക്കുന്നത്. ഓർത്തുകൊള്ളണം. നിയമമൊക്കെ മാറി വരുന്ന നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്നില്ലേ? കാതുകളിൽ കേൾക്കുന്നില്ലേ? നിമിഷങ്ങൾക്കുള്ളിൽ എത്ര ഭയങ്കരമായ രീതിയിൽ രാജ്യ നിയമങ്ങൾ മാറുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ വർഷം നവംബർ മാസം ദൈവത്തിന് സ്തോത്രം പെട്ടെന്ന് ലോകത്തെ, നമ്മുടെ ഭാരതത്തില് 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ പിൻവലിച്ചപ്പോൾ ആളുകൾ ഓടിയ ഓട്ടത്തിന് കൈയും കണക്കുമില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു ടൂത്ത് പേസ്റ്റ് വാങ്ങിക്കാൻ അന്ന് രാത്രി ഞാനൊരു കടയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ടൂത്ത് പേസ്റ്റും ഇല്ല, നിങ്ങളുടെ പൈസ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു. കാരണം അവരാരും പൈസ എടുക്കുന്നില്ല. അന്നാ ഞാൻ മനസ്സിലാക്കി
മനസ്സിലാക്കി എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ ആ തീവ്രത എത്ര ആയിരിക്കും, എത്ര ഭയങ്കരമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. കാശുണ്ടെങ്കിൽ പേസ്റ്റും കിട്ടത്തില്ല, പിന്നെ അകത്തോട്ട് പോകാൻ ഒരു സാധനങ്ങളും കിട്ടുകയില്ല, ഗോതമ്പും കിട്ടുകയില്ല, അതുപോലെ കുടിക്കാൻ പാലോ ചായയോ കാപ്പിയോ ഒന്നും കിട്ടുകയില്ല. പണമുണ്ടാകും, ഒന്നും സാധ്യമല്ലാത്ത അവസ്ഥ. നിയമങ്ങൾ മാറിത്തിരിഞ്ഞ് വരികയാ. ദൈവജനമേ, നാം ചെയ്യേണ്ടത് ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ദൈവസഭകൾ ചെയ്യേണ്ടത് അതാ. ദൈവസന്നിധിയിൽ നിന്ന് ഉപവസിച്ചുകൊള്ളണം, കരഞ്ഞുകൊള്ളണം, പ്രാർത്ഥിച്ചുകൊള്ളണം. ഇന്നതൊന്നും ആളുകൾക്ക് വിഷയമല്ല. സഭകളിൽ ഉപവാസ പ്രാർത്ഥനയുണ്ട്, ബുധനാഴ്ചയും ശനിയാഴ്ചയും. എത്ര സഭയിലുണ്ട് ആള് വരുന്നത്? വെണ്ണിക്കുളം സഭയിൽ എല്ലാവരും ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ വരാറുണ്ടോ? വീട്ടിലിരുന്ന് വെറുതെ വല്ലതും പറഞ്ഞുകൊണ്ടിരുന്നാലും ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരികയില്ല. മധ്യ തിരുവിതാംകൂർ അല്ലേ ഇത്? ആത്മീകത്തിന്റെ പാരമ്പര്യം ഇങ്ങനെ മുളച്ചു നിൽക്കുന്ന സ്ഥലമാണ്. ദൈവത്തിന് സ്തോത്രം. പെന്തക്കോസ് എന്താണെന്ന് ഇവിടെ ഉള്ളവരെ ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അവർ നമ്മളെ പഠിപ്പിക്കും. അതാണ് ഇവിടുത്തെ അനുഭവം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഓർത്തു നോക്കിയേ, പ്രാർത്ഥനയുണ്ടോ? ഉപവാസമുണ്ടോ? ഉപവാസം. ദുഃഖമുണ്ടോ? വിലാപമുണ്ടോ? ഇനി ഇതെല്ലാം നമ്മെ വിട്ടുപോയി. ഒരു കാലത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു. ഉപവസിച്ചെങ്കിലേ ആഹാരം കിട്ടൂ, പ്രാർത്ഥിച്ചെങ്കിലേ ആഹാരം കിട്ടൂ, കരഞ്ഞെങ്കിലേ വസ്ത്രം കിട്ടൂ. ഇന്നിപ്പോൾ അതൊന്നും വിഷയമല്ല. ചിലരുടെ വീട്ടിൽ ചെന്ന് നോക്കിയാൽ ടെക്സ്റ്റൈൽസിനേക്കാളും തുണിയുണ്ട്. 2-3 കബോർഡ് നിറച്ചു വെച്ചിരിക്കുക. ഒരു ഷെൽഫ് മുഴുവൻ കല്യാണത്തിന്റെ തുണി, അടുത്ത ഷെൽഫ് മുഴുവൻ പെരവാസ്തുവലിയുടെ വെഞ്ചരിപ്പിന് പോകുന്ന തുണിയാണ്. പിന്നെ അടുത്ത ഒരു ഷെൽഫിൽ 2-3 എണ്ണേ ഉള്ളൂ പള്ളിയിൽ പോകാൻ. ബാക്കിയെല്ലാം വെഞ്ചരിപ്പും കല്യാണവും കൊല്യാണവും ഒക്കെയുള്ള പരിപാടിക്കായിട്ട് ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതൊക്കെയായി ഇന്ന് പലരുടെ അനുഭവം ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഏത് വേണം? സെലക്ഷനാണ് ഇന്ന് ബുദ്ധിമുട്ട്. ടെക്സ്റ്റൈൽസിൽ ചെന്നിട്ട് സെലക്ഷന് ബുദ്ധിമുട്ടുന്നത് പോലെയായി ഇന്ന് പലരും സഭാരാധനയ്ക്ക് പോകുമ്പോൾ അലിമാലി തുറന്നിട്ട് സെലക്ഷന് ബുദ്ധിമുട്ട്. ഏത് വേണം? ഏത് ഉടുത്താലാണ് കൊള്ളാവുന്നത്? കൊള്ളാം, നന്നായിരിക്കുന്ന ഈ ചിന്തയാണെങ്കിൽ വളരെ കൊള്ളാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് പെന്തക്കോസ്തിന്റെ പിതാക്കന്മാർ, ആരംഭകാലത്ത് ജീവിച്ച വിശുദ്ധന്മാർ, ദൈവത്തിന്റെ ജനം ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ, പട്ടിണിയും പരിതാപവുമായി ജീവിച്ച കാലം നമുക്കില്ലായിരുന്നല്ലോ, ഉണ്ടായിരുന്നല്ലോ. ഇന്നതുണ്ടോ? അന്ന് ഉപവാസം ഉണ്ടായിരുന്നു, ഭക്ഷണമില്ലെങ്കിലും പ്രാർത്ഥന ഉണ്ടായിരുന്നു, വസ്ത്രമില്ലെങ്കിലും കണ്ണുനീരുണ്ടായിരുന്നു, പണമില്ലെങ്കിലും നിലവിളി ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി വന്നപ്പോൾ ഭൗതികത കൂടി, ആത്മീകത കുറഞ്ഞു. അതാ ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഈ കാലത്തിന്റെ ഒരു അർബുദം എന്ന് പറയുന്നത്, ആത്മീക ഗോളത്തിലെ അർബുദം എന്ന് പറയുന്നത്, ആ ഭൗതികത കൂടി, ആത്മീകത കുറഞ്ഞുപോയി. കരയേണ്ട നാളുകളല്ലേ? ലോകത്തിന്റെ അവസ്ഥകളെ കണ്ട് കരയണ്ടായോ? അന്നുണ്ടായിരുന്ന ജനം, യഹൂദ ജാതി ഒന്നടങ്കം കരഞ്ഞു, അവർ വിലപിച്ചു, അവർ ഉപവസിച്ചു, അവർക്ക് മഹാദുഃഖമുണ്ടായി. ആ നിലവിളി സ്വർഗം വരെ എത്തി. മൊർദെഖായി എന്നൊരു മനുഷ്യൻ രട്ടുടുത്തുകൊണ്ട് പട്ടണത്തിന് നടുവിൽ വന്ന് പൂഴിവാരി തലയിലെറിഞ്ഞു. മൊർദെഖായി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? എ സ്മോൾ മാൻ, ഒരു ചെറിയ മനുഷ്യൻ. അതാണ് അതിന്റെ അർത്ഥം. ചെറിയ മനുഷ്യൻ എന്നാണ് മൊർദെഖായി എന്ന പദത്തിന്റെ അർത്ഥം. പക്ഷേ ഞാൻ പറയുന്നു, മൊർദെഖായി ആത്മീയരുടെ ഏറ്റവും മഹാൻ, ഏറ്റവും വലിയവൻ. കാരണം എന്തെന്നറിയാമോ? പ്രതികൂലങ്ങൾ വന്നപ്പോൾ രാജകീയ നിയമത്തെ ഭയപ്പെടാതെ പട്ടണത്തിന് നടുവോളം വന്ന് കൈപ്പോടെ തലയിൽ പൂഴിവാരിയിട്ട് പദവികളും സ്ഥാനങ്ങളും മറന്ന് പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞ ഒരു വിശുദ്ധനുണ്ടോ? അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയവൻ. ഇന്ന് രാത്രി എത്ര പേർ അതിനു വേണ്ടി തയ്യാറാകും? എത്ര ദൈവമക്കൾ അതിനു വേണ്ടി തയ്യാറാകും? പ്രതിസന്ധികളുടെ മധ്യേ നിവരെ നിന്ന് ദൈവം മുൻപാകെ കരയുവാൻ, അലമുറയിടുവാൻ എത്ര പേർ സന്നദ്ധരായി തീരും? ഏറിയ വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തീയതയ്ക്ക് പ്രതികൂലങ്ങൾ വർദ്ധിച്ചു നിന്ന കാലം, ആത്മീയരെ വേട്ടപ്പട്ടിയെ പോലെ പിടിച്ചെടുത്ത് കൊന്നൊടുക്കുന്ന കാലം, ഒരാരാധന സ്ഥലം യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെയോ, കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല, ഒരാരാധന സ്ഥലം മുഖം മൂടിധാരികളായ ആയുധധാരികൾ വളഞ്ഞു. ആരാധനാലയത്തിനുള്ളിൽ അവർ ആയുധവുമായി ഇരച്ചു കയറി, വാതിലുകളെല്ലാം കൊട്ടിയടച്ചു. മുൻഭാഗത്ത് ഒരു വാതിൽ മാത്രം തുറന്നിട്ടു. ആത്മീക ആരാധന തകർത്തു പൊടിച്ചുകൊണ്ടിരുന്ന സകല എണ്ണത്തിന്റെ കയ്യിൽ നിന്നു വിശുദ്ധ വേദപുസ്തകർ പിടിച്ചു വാങ്ങി ചെറിയൊരു വാതിൽ തുറന്നിട്ടു. അതിന്റെ മുമ്പിൽ കൊണ്ട് നിരത്തി വെച്ചിട്ട് പറഞ്ഞു, ജീവൻ വേണ്ടവർ ആ വേദപുസ്തകത്തെ ചവിട്ടി പുറത്തിറങ്ങിപ്പോയിക്കൊള്ളാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആത്മീകത്തിൽ അടിച്ചു തകർത്തവരൊക്കെ അന്തസ്സായിട്ട് ബൈബിളെ ചവിട്ടി ഇറങ്ങി, സ്വോത്രം 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 എന്ന് പറഞ്ഞു പലരും ഇറങ്ങി വേദപുസ്തകത്തെ ചവിട്ടിയിട്ട് ഇറങ്ങിപ്പോയി. കൊച്ചു പെൺകുട്ടി, 7-8 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടി ഈ തിരുവെഴുത്തുകളുടെ അടുക്കിലേക്ക് നടന്നു പോന്നു. അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കൊച്ചു കർച്ചീഫ് എടുത്തു. ആദ്യത്തെ വേദപുസ്തകം, മഹാന്മാർ ചവിട്ടിപ്പോയ അഴുക്കുകൾ നിറഞ്ഞ പുസ്തകം അവളെടുത്ത് അതിലെ പൊടിയും അഴുക്കുകളും മണ്ണും തുടച്ചു. ആ വിശുദ്ധ ബൈബിൾ അവൾ മാളോട് ചേർത്ത് പിടിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ആ പിഞ്ചു കുഞ്ഞിന്റെ ചെറിയ ഹൃദയത്തെ തുളച്ചുകൊണ്ട് കിരാതന്മാരുടെ കയ്യിൽ
വീഴുന്ന തോക്കുകൾ അലറിയപ്പോൾ, ഗർജിച്ചപ്പോൾ വെടിയുണ്ടകൾ അവളുടെ വിരിമാറ് പിളർന്നു. ആ കൊച്ചു പെൺകുട്ടി രക്തസാക്ഷിയായി മരിച്ചു. ആർക്ക് വേണ്ടി? യേശുവിന് വേണ്ടി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ, ഈ കാലം വിദൂരമല്ല. ഈ കാലം വിദൂരമല്ല. ഓർത്തുകൊള്ളണമേ, ഇങ്ങനെ ഒരു കാലം നമ്മുടെ മുമ്പിൽ വിദൂരമല്ല. ഇന്നത്തെ പണം നിലനിൽക്കുകയില്ല, ഇന്നത്തെ പ്രശസ്തി നിലനിൽക്കുകയില്ല, മനുഷ്യന്റെ ഇന്നത്തെ ആഭിജാത്യം നിലനിൽക്കുകയില്ല. ഇതൊക്കെ കണ്ണടച്ചു തുറക്കുമ്പോൾ പോയി പോകും. വിശ്വാസം നിലനിൽക്കും, ദൈവസ്നേഹം നിലനിൽക്കും. എത്ര പേർ പ്രതികൂലങ്ങളുടെ നടുവിൽ നിലനിൽക്കും? പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ, ദൈവത്തെ വിളിച്ച് അലറി വിളിക്കുന്ന കരയുന്ന ഒരു കൂട്ടം ഭക്തന്മാർ എഴുന്നേറ്റ് നിവരെ നിൽക്കട്ടെ. പഴയ നിയമകാലത്ത് ആരാധന സ്ഥലമായിരുന്ന സമാഗമന കൂടാരത്തിന്റെ വിശുദ്ധ സ്ഥലത്തൊരു ധൂപപീഠമുണ്ടായിരുന്നു. ആ ധൂപപീഠം പ്രതിഷ്ഠിതരായ, പ്രാർത്ഥനയ്ക്കായി സമർപ്പിതരായ പ്രതിഷ്ഠിതരായ ദൈവഭക്തന്മാരെ വെളിപ്പെടുത്തുന്നു. അതിൽ നിന്ന് ഉയരുന്ന പുക അവരുടെ പ്രാർത്ഥനാനുഭവത്തെ വെളിപ്പെടുത്തുന്നു. ദൈവസഭയിൽ ധൂപപീഠങ്ങൾ ഉണ്ടാകട്ടെ. ദൈവമക്കളെ, നിങ്ങളൊക്കെ ഒരു ധൂപപീഠമാകുവാൻ സമർപ്പിക്കുകയും ഖദിരമരം കൊണ്ടുണ്ടാക്കി പൊന്നിനാൽ പൊതിയപ്പെട്ട ധൂപപീഠങ്ങളായി ദൈവത്തിന്റെ സഭയിലിരുന്ന് പ്രാർത്ഥന എന്ന ധൂപം സ്വർഗത്തോളം ഉയർത്തുവാൻ ഒരു കൂട്ടം ധൂപപീഠങ്ങളെ ദൈവം സഭയിൽ എഴുന്നേൽപ്പിക്കട്ടെ. ഈ അന്ത്യകാലത്തിൽ അതാണ് നമുക്ക് ആവശ്യം. പണമൊക്കെ നിൽക്കട്ടെ, പ്രശസ്തിയൊക്കെ ഒരു ഭാഗത്ത് മാത്രം നിൽക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മടങ്ങിപ്പോയി നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങൾ മടങ്ങി നമ്മിലേക്ക് വരട്ടെ. പണ്ടേ പോലെ നമുക്ക് ദൈവത്തോടൊന്ന് കരയാം. കർത്താവേ, പണ്ടേ പോലെ ഒരു നല്ല കാലം, പണ്ടേ പോലെ ഒരു നല്ല കാലം എനിക്ക് തരണമേ. ഞാനിതിൽ പൂർണ്ണപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് നിങ്ങളോട് എന്റെ പൂർണ്ണതയിൽ നിന്നെല്ലാം അങ്ങ് വിളിച്ചു പറയല്ല കേട്ടോ. ഞാനും അത് പ്രാപിക്കാമോ എന്നുള്ള ആഗ്രഹത്തിൽ പ്രബോധനം പറയുന്നു. തികഞ്ഞവനായതുകൊണ്ടല്ല പൗലോസ് പറയുന്നു, ലഭിച്ചുവെന്നോ തികഞ്ഞോ എന്നല്ല, എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുന്നു. ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുമ്പോൾ ഒപ്പം ഞാനും ആഗ്രഹിക്കുകയാ ആ ഒരവസ്ഥയിലേക്ക് വരുവാൻ. ദൈവത്തിന്റെ സഭ രാജ്യത്തെ ഓർത്ത് കരയട്ടെ, രാജകീയ ഭരണങ്ങളെ ഓർത്ത് കരയട്ടെ. പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞില്ലേ, വിശേഷാൽ രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചന, പ്രാർത്ഥന, പക്ഷപാതം, സ്തോത്രം ഇവ നാലും ഉണ്ടായിരിക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ലോക രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ആയിരിക്കുന്ന സഭയിൽ എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം ദൈവത്തിന് സ്തോത്രം 6 മുതൽ 8 വരെ ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിനായി, ഭരണകൂടങ്ങൾക്ക് വേണ്ടി, സ്റ്റേറ്റുകൾക്ക് വേണ്ടി, ഓരോ ഭരണകർത്താക്കൾക്കും വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, രാജ്യങ്ങൾക്ക് വേണ്ടി, ഭരണകർത്താക്കൾക്ക് വേണ്ടി ധൈര്യമായി ദൈവസന്നിധിയിൽ നിലവിളിക്കാം. ദൈവത്തിന് സ്തോത്രം. ആ ഒരു അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ മടങ്ങി വരട്ടെ, മടങ്ങി നമ്മിലേക്ക് വരുവാനിടയാകട്ടെ. അവരുടെ ഇടയിൽ ഉപവാസമുണ്ടായി, കരച്ചിലുണ്ടായി, വിലാപമുണ്ടായി, ദുഃഖമുണ്ടായി. ഇതൊന്നും നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഇല്ലാതെ കുറഞ്ഞു പോവുകയാ. ആരെയും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. കുറവ് സംഭവിച്ചില്ലേ? ചിന്തിച്ചു നോക്കിയേ. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്വയവിമർശനം ഒന്ന് നടത്തിയേ. പെന്തിക്കോസ്ത് ലോകമേ, സ്വയവിമർശനത്തിന് വിധേയരാകേണ്ട സമയം കഴിഞ്ഞില്ലേ? ഒന്ന് നോക്കുമ്പോൾ എത്രയുണ്ട് ഉപവാസം. ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ ഉപവസിച്ചുകൊണ്ട് വരുന്ന ഉപവാസ പ്രാർത്ഥന എന്ന് പേരുണ്ടെങ്കിലും രാവിലെ വരുമ്പോൾ 2 ഏത്തയ്ക്കായി ഒരു മുട്ട, ഒരു ഗ്ലാസ് പാലും കഴിച്ചാൽ പിന്നെ ഉച്ചയാകുമ്പോൾ മതി. അതുവരെ ഒന്നും വേണ്ട. അതുവരെ വളരെ ഉപവാസത്തോടുകൂടെ കാത്തിരിക്കുക. ആരാധനയ്ക്ക് വരുമ്പോൾ പൊറോട്ടയും സാമ്പാറും അടിച്ചിട്ട് വരുന്ന ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ അടുത്ത സമയത്ത് ഒരു ആരാധനയുടെ മുമ്പിൽ ആരാധന സ്ഥലത്തിന് സമീപത്തുള്ള കാപ്പിക്കടയിൽ കയറി ദിവസേന എല്ലാ ഞായറാഴ്ചയും രാവിലെ 3 പൊറോട്ടയും 4 കറിയും കൂട്ടിയിട്ട് ആരാധനയ്ക്ക് വന്നിരിക്കും. എന്തൊരു ഉണർവാന്നറിയാം. അടിയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പൊറോട്ടയുടെ ബലമാണ്. ദൈവത്തിന് സ്തോത്രം. ആരാധനയ്ക്ക് വരുമ്പോൾ പോലും ഉപവാസമില്ല, പ്രാർത്ഥനയില്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം മനുഷ്യനിൽ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. എത്ര പേർക്കുണ്ട് ഉപവാസം? എത്ര പേർക്ക് ഉപവസിപ്പാൻ കഴിയുന്നുണ്ട്? ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന അനുഭവം എത്ര പേർ ജീവിതത്തിൽ സൂക്ഷിക്കുന്നു? അന്ന് ദൈവത്തിന്റെ ജനം അലറിക്കരഞ്ഞു. പട്ടണത്തിന്റെ നടുവിൽ വന്ന് പദ്ധതികൾ വിട്ട് വസ്ത്രങ്ങൾ മാറി രട്ടെടുത്തുകൊണ്ട് തലയിൽ പൂഴിവാരി എറിഞ്ഞ് ദൈവത്തിങ്കലേക്ക് നോക്കി അലറിയപ്പോൾ സ്വർഗത്തിലെ ദൈവം, യൂദാഗോത്രത്തിലെ സിംഹം അവിടെ ഇരുന്ന് അലറി. അവരുടെ നിലവിളിക്ക് മറുപടി സ്വർഗത്തിൽ നിന്ന് ദൈവം അയക്കുവാനിടയായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, കരയുന്നവർക്ക് ദൈവം പ്രതിവിധി അയക്കും. ദൈവസന്നിധിയിൽ കരയേണ്ട നാളുകൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് വരാം. 22-ാം അധ്യായം 12-ാം വാക്യം. 22-12 വാക്യം പെട്ടെന്ന് വായിച്ചോട്ടെ. യെശയ്യാ പ്രവചനം 22-12 വാക്യം. അന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കരച്ചിലിനും വിലാപത്തിനും മൊട്ടയടിക്കുന്നതിനും രട്ടെടുക്കുന്നതിനും വിളിച്ചപ്പോൾ ആനന്ദവും സന്തോഷവും കാള അറുക്കുക
ആടറുക്കുക, ഇറച്ചി തിന്നുക, വീഞ്ഞു കുടിക്ക, നാം തിന്നുക കുടിക്ക, നാളെ മരിക്കുമല്ലോ എന്നിങ്ങനെയായിരുന്നു. സൈന്യങ്ങളുടെ യഹോവ വിളിച്ചു, ഉപവാസത്തിന് വിളിച്ചു, രട്ടെടുക്കുവാൻ വിളിച്ചു, മുട്ടയടിക്കുവാൻ. ഓംലെറ്റ് അടിക്കാനല്ല, മുട്ടയടിക്കാന്ന് വിചാരിച്ച ചിലർക്ക് തോന്നുന്നു ഓംലെറ്റ് ആണെന്ന്. അതല്ല. ദൈവത്തിന് സ്തോത്രം. അക്കാലങ്ങളിലൊരു സമ്പ്രദായമായിരുന്നു അത്. ദൈവത്തിന് സ്തോത്രം. ഉപവസിക്കുവാൻ, വിലപിക്കുവാൻ, കരയുവാൻ വിളിച്ചപ്പോൾ അവരുടെ ആനന്ദം എന്തെന്ന് പറഞ്ഞാൽ കാളെ അറക്കുക, ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റ്. ദൈവത്തിന് സ്തോത്രം. പിന്നെ ആടിനെ അറക്കുക, മട്ടൻ റോസ്റ്റ്, മട്ടൻ ഫ്രൈ. പിന്നെ തിന്നുക കുടിക്കുക. അറത്താൻ മാത്രം പോരല്ല, പിന്നെ കഴിക്കണമല്ലോ. തിന്നുക കുടിക്കുക, ആനന്ദിക്കുക. നാളെ ചാകുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങ് വിടുക, അകത്തോട്ട് അങ്ങ് വിട്ടുകൊണ്ടിരിക്കുക. എന്തായാലും നാളെ തീരും, ഒന്ന് ആർത്തിയോട് അടിച്ചേക്കാവുന്നുള്ളതാ. ദൈവം വിളിക്കുക, ഉപവസിക്കാൻ വാ സഹോദര സഹോദരി, ഉപവസിക്കാൻ വരാൻ കാലം തീരാറായി എന്ന്. അവസാന നാള് നിൽക്കുക, ദൈവസന്നിധിയിൽ ഇരുന്ന് കരയണമെന്ന്, ഉപവസിക്കണമെന്ന്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഇപ്പൊ സന്തോഷം. ആടും കോഴിയും തവളയും പിന്നെ ഒട്ടകം എന്ന് വേണ്ട, ഭൂമിയിൽ ജീവനോടെ മനുഷ്യന് കഴിക്കാൻ കിട്ടുന്ന സകലത്തിനെ അറുത്ത് ചോര കളഞ്ഞോ കളയാതെ ഒക്കെ അകത്താക്കിക്കൊണ്ടിരിക്കുന്ന കാലം. ഇതാണ് ആനന്ദം, ഇന്നത്തെ ലോകത്തിലെ ആനന്ദം. ആത്മീയ ലോകത്തിലും തെല്ല് കടന്നില്ലേ നാം ഒക്കെ ഒന്ന് ചിന്തിക്കേണ്ട അവസ്ഥ. ഇന്ന് പലയിടത്തും പ്രാധാന്യം കൺവെൻഷന്റെ ഭക്ഷണത്തിനാണ്. അതിനല്ല പ്രാധാന്യം. ആത്മീക ആരാധനകൾക്ക് പ്രാധാന്യം. ദൈവത്തിന് സ്തോത്രം. ഉപവാസ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം. ഈ അടുത്ത സമയത്ത് ഞാനൊരു കൺവെൻഷനിൽ പോയി. വ്യാഴാഴ്ച രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് വെള്ളിയാഴ്ച പകൽ ഉപവാസ പ്രാർത്ഥനയുടെ ശബ്ദം. ഞാൻ അവിടെ ഒന്നാം ദിവസത്തെ മീറ്റിംഗിൽ എനിക്ക് ചില ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടായി. രണ്ടാം ദിവസം പകൽ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ രാവിലെ 9:30 ആരംഭിച്ച പ്രാർത്ഥനയിൽ ഞാൻ മുഴുവൻ സമയവും എന്റെ മുറിക്കകത്തിരുന്ന് ഞാനും പങ്കെടുത്തു. അവിടെ പോയിരുന്നില്ലെന്നേ ഉള്ളൂ. അതിനുശേഷം സഹോദരന്മാർ വന്നപ്പോൾ ചോദിച്ചു, ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആളുണ്ടായിരുന്നോ? ഹോള് നിറയെ ആളുണ്ടായിരുന്നു. എനിക്ക് വലിയ സന്തോഷം തോന്നി. കൺവെൻഷൻ നാളുകളിൽ പകലുള്ള പ്രാർത്ഥനയുണ്ടല്ലോ. ഇന്ന് പകൽ ഇവിടെ ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നല്ലോ. എത്ര പേര് സംബന്ധിച്ചു? കിച്ചണിൽ ജോലി ചെയ്യുവാൻ 100 രൂപ 500 രൂപ കൊടുത്താൽ നമുക്ക് ഒരാളെ കിട്ടും. 1000 രൂപ കൊടുത്താൽ ഒരാളെ കിട്ടും. പ്രിയപ്പെട്ടവരെ, 10,000 രൂപ കൊടുത്താൽ 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ ഒരാളെ നമുക്ക് കിട്ടുമോ? കിട്ടുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ പാസ്റ്റർ പൊടിക്കുഞ്ഞ് പ്രസംഗിച്ച ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. തിരുവല്ല സെൻട്രൽ ഫെയ്ത്ത് ഹോമിൽ വെച്ച് നടന്ന ഒരു കാര്യമായിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഒരാൾ ഒരിക്കൽ വിശ്വാസ ഭവനത്തിൽ കയറി വന്ന് എന്തോ ആവശ്യത്തിന് ചോദിച്ചുകൊണ്ട് വന്നപ്പോൾ പുതുതായിട്ട് അവിടെ ഉണ്ടായിരുന്ന സഹോദരന്മാരെ ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം പറഞ്ഞ കാര്യം കേട്ടത് ഞാൻ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. കുറെ സമയമൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ആദ്യം പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ശരി, മുട്ടയിൽ നിന്ന് അങ്ങ് പ്രാർത്ഥന തുടങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ട് ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥന തീരുന്നില്ല. പ്രാർത്ഥന നീണ്ടുപോകുകയാണ്. അദ്ദേഹം പതിയെ തലയെ വെച്ച കയ്യിലോട്ട് ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, വല്ലതും തരാനുണ്ടെ തന്നൊരു ഞാൻ പോയേക്കാന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാനും മുട്ട നിൽക്കാനും ഒന്നും കൂലി കൊടുത്താൽ ആളെ കിട്ടത്തില്ല. കൂലി വാങ്ങാൻ വരുന്നവർക്കും അതില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പലർക്കും പലതും കഴിയും. ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് കഴിയും? അന്ന് സൈന്യങ്ങളുടെ യഹോവ വിളിച്ചു വിലാപത്തിന്, കരയാൻ, ഉപവസിപ്പാൻ വിളിച്ചപ്പോൾ അവരുടെ ആനന്ദം ലോകത്തിലേക്കായി പോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നിന്ന് കരയേണ്ട നാളുകൾ, നിലവിളിക്കേണ്ട നാളുകൾ. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരുടെ തോൽവികളിലും പരാജയങ്ങളിലും പോലും നാം കരയുന്നവരാകണം. എന്തിന്? ശമൂവേലിന്റെ 2-ാം പുസ്തകത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 12-24 വാക്യങ്ങൾ നാം എടുത്ത് വായിച്ചാൽ അവിടെ ആ തിരുവചനങ്ങൾ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഭക്തനായ ദാവീദ് തന്റെ നിത്യശത്രുവായ ശൗൽ ഗിൽബോവ പർവ്വതത്തിൽ പട്ടുപോയപ്പോൾ, അവന്റെ മകനോട് ചേർന്ന് ഗിൽബോവ പർവ്വതങ്ങളിൽ പട്ടുപോയപ്പോൾ ദാവീദ് എന്ന ഭക്തൻ അലമുറയിട്ട് കരഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു വലിയ സത്യമാണ്. മറ്റുള്ളവരുടെ തോൽവികളിൽ നാം ആരും സന്തോഷിക്കല്ലേ. ഒരാളുടെ തോൽവി നാം ആഘോഷിക്കരുത്. അതോർത്ത് കരഞ്ഞാട്ട്, അതോർത്ത് ദൈവസന്നിധിയിൽ കരഞ്ഞാട്ട്, കൂട്ടുവിശ്വാസിയുടെ പരാജയം കണ്ടിട്ട് മറ്റൊരാളോട് പറയുകയല്ല നാം ചെയ്യേണ്ടത്. ഒരു നിമിഷമെങ്കിലും പോയി മുഴങ്കാൽ നിന്ന്, കർത്താവേ, ആ സഹോദരനെ, ഇന്ന വ്യക്തിയെ ദൈവമേ ഒന്ന് വിടുവിക്കണമേ എന്ന് പറയാമോ? അതാണ് ഈ നാടുകളിൽ നമുക്ക് ആവശ്യം. എന്നാൽ ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് അതായിരിക്കെ നമ്മുടെ നല്ല നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. മറ്റുള്ളവരുടെ തോൽവികളെ പരസ്യമാക്കുവാൻ, അത് പ്രസിദ്ധീകരിക്കുവാൻ ശ്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം വന്നെത്തി നിൽക്കുകയല്ലേ. ദൈവം ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ദാവീദ് എന്ന ഭക്തന്റെ നിത്യശത്രുവായ ശൗൽ ഗിൽബോവ പർവ്വതത്തിൽ വീണുപോയപ്പോൾ പറയുക, ഗിൽബോവ പർവ്വതങ്ങളെ, നിങ്ങൾ ശപിക്കപ്പെട്ടു പോകട്ടെ, മഞ്ഞോ മഴയോ നിങ്ങളുടെ മേൽ വരാതെ പോകട്ടെ എന്ന് പോലും അദ്ദേഹം പറഞ്ഞു. കൊല്ലുവാൻ നടന്നവൻ വീണുപോയപ്പോൾ അതിൽ സന്തോഷിക്കാതെ ഭക്തൻ കരയുക. നമുക്കും കരയാം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ ശത്രുവായ സാത്താൻ വാലുകൊണ്ട് അനേകരെ വലിച്ചിറക്കി താഴേക്ക് തള്ളിക്കളഞ്ഞ് എത്രയോ മഹാന്മാരെ പോകുന്ന അവസ്ഥയിലേക്ക് കളയുമ്പോൾ അതെല്ലാം ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന, കരയുന്നൊരു ഹൃദയം. വാക്യം നാം വായിച്ച കുറിവാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. യേശു പറയുന്നു, നിങ്ങളെ ഓർത്ത് കരയണം. വിശ്വാസത്തിന്റെ കുറവോർത്ത്, ദൈവസ്നേഹത്തിന്റെ കുറവോർത്ത് കരയണം.